ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അക്കാദമിക് ആൻഡ് കരിയർ പ്രഷർ. കുട്ടികളെ സമ്മർദ്ദപ്പെടുത്തലാണ്. പഠിക്ക് പരീക്ഷൻ്റെ തലേന്നല്ല കുട്ടികൾക്ക് ജയിലാറ്റം പോലെയാണ് ചില വീട്. രാവിലെ ഉറക്കത്തുനിന്ന് വിളിക്കൽ തന്നെ അങ്ങനെയാണ്, എണീക്ക്. മറ്റേ കടല വെക്കുന്ന ചട്ടിക്ക് ചട്ടക അടിക്കുന്ന മാതിരിയാണ് അത്. എണീക്ക, രാവിലെ തന്നെ അങ്ങനെയാണ്, എണീക്കാം, പല്ലേക്കാം, അങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഒരു സോഫ്റ്റ്നെസ്സിൽ സംസാരിക്കൂല ചില ഉമ്മമാർ. അങ്ങനെയല്ല വേണ്ടത്. പഠനമൊക്കെ ഒരു രസാക്കണം. ഗസാലിമാൻ പറയുന്നത് ഇടയ്ക്ക് കളിക്കാനൊക്കെ വിടണം. പഠനം തലവേദനയാക്കരുത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമോ, നിങ്ങളെ ക്ലാസ് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓവറാക്കണ്ട, ആഴ്ചയിൽ ആ വ്യാഴാഴ്ച നടക്കുന്ന ക്ലാസ്സിന് കൃത്യം വന്നാൽ മതി കേട്ടോ, മതി, ഓവറാക്കണ്ട. അതാണ് ഇസ്ലാം. ഓവറാക്കരുത്, അമിതാവ്. പഠിക്ക്. ഇങ്ങനെയൊന്നും കുട്ടികളെ പഠിപ്പിക്കരുത്. അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കരുത് കുട്ടികളെ. പഠനമൊക്കെ ഒരു ആനന്ദമാക്കണം. പഠനത്തിൻ്റെ ഒരു ആംബിയൻസ് കിട്ടുന്ന റൂം കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അടുക്കളയിൽ നിന്ന് ടൈൽസിൻ്റെ മേലെ ഇരുന്നിട്ടല്ല കുട്ടികൾ ഗൈഡ് വായിക്കേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആവേണ്ടത് അങ്ങനല്ല. അതെന്താന്ന് പറഞ്ഞാൽ ഒരു ആംബിയൻസ്, അന്തരീക്ഷം കണ്ടാൽ തന്നെ പഠിക്കാൻ തോന്നുന്ന ഒരു മുറി, ഒരു റൂമിൻ്റെ കോർണറെങ്കിലും നമ്മളെ വീട്ടിലുണ്ടാവണം. അപ്പോൾ ആ പഠന എന്താ പറയുക, സ്റ്റഡി ടേബിൾ, ഒരു ചെയർ, അത് കണ്ടാൽ തന്നെ ആ കുട്ടിക്ക് ആ റൂമിൽ കയറിയാൽ തന്നെ പഠിക്കാൻ തോന്നണം. ഇത് ഇന്നലെ ഇരുന്നത് സ്റ്റെപ്പുമ്മൽ, നാളെ ഇരിക്കൽ ബാൽക്കണിയിൽ, ഇന്ന് കിച്ചണിൽ, ഇനി മറ്റന്നാൾ അടുപ്പിലാവോ എന്നുള്ളതിലാണ് ബേജാറുള്ളത്. ചങ്ങായിമാരെ, ഒരു സ്ഥലം കണ്ടാൽ തന്നെ അത് ജീവിതത്തെ സ്വാധീനിക്കും. കിച്ചണിൽ കയറി എന്തെങ്കിലും ഒരു പത്തക്ക കഷ്ണം നമ്മൾ തിന്നുന്നതുകൊണ്ടാണ് അത് തിന്നേണ്ട സ്ഥലമാണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാറിൽ പോകുമ്പോൾ ഒരാൾ ഇറങ്ങിയിട്ട് മൂത്രപ്പുരയിൽ മൂത്രയിക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് മൂത്രയിക്കാൻ മുട്ടുന്നുണ്ട് തോന്നില്ലേ? അത് കാരണം അത് ആടെ കാണുമ്പോൾ ഒന്ന് മൂത്രയിച്ചാലോ എന്നൊരു തോന്നലാണ്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് പഠിക്കാൻ തോന്നിയാൽ നിങ്ങൾ കണ്ടോ, ആദ്യത്തെ 5 മിനിറ്റ് നിവർന്നിരുന്ന് പഠിക്കും, പിന്നെ മെല്ലെ പോയിട്ട് മൂപ്പര് അങ്ങനെ വീണിട്ടുണ്ടാവും. അവർ പഠനത്തിന് പറ്റിയ ഒരു റൂം, ഒരു സ്റ്റഡി ടേബിൾ, ഒരു കോർണർ നമ്മളെ വീട്ടിലുണ്ടാവണം. പഠനം രസമാക്കി മാറ്റണം. പഠനം രസമാക്കി മാറ്റണം. പേടിപ്പിച്ചിട്ട് പഠിപ്പിക്കരുത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി LKG പഠിക്കുന്നു. ആ കുട്ടി പറഞ്ഞു, ഉമ്മ മൂൺ എന്ന് പറഞ്ഞു. മൂൺ ചന്ദ്രനെയാണ് പറയണത്, മൂൺ. അപ്പോൾ ശരിക്കും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട്, ഇത്ര ചെറിയ കണ്ണുകൊണ്ട് ഇത്ര കിലോമീറ്റർ അപ്പുറത്തുള്ള മൂണിനെ കണ്ടുപിടിച്ചല്ല ഹമ്പടാ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. പക്ഷെ നമ്മളെ നാട്ടിൽ സാധാരണ ഉണ്ടായാൽ, എന്ത് മൂണിൻ്റെ സ്പെല്ലിംഗ് എന്താ? ഇനി ഖിയാമത്ത് നാളെ വരെ ഇനി ഇംഗ്ലീഷ് പറയൂല, സ്പെല്ലിങ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട്. 50ൽ 48 മാർക്ക് വാങ്ങി വന്ന കുട്ടിക്ക് ഉമ്മാക്ക് ആൻസർ ഷീറ്റ് കാണിച്ചു കൊടുക്കാൻ പേടിയാണ്. എന്തുകൊണ്ട്? ബാക്കി 2 എടുത്തോന്ന് ചോദിക്കും. ഈ ചോദിക്കുന്ന ഉമ്മ 3 എന്തോ തോറ്റായിരിക്കും, എന്നാലും ചോദിക്കും ബാക്കി 2 എടുത്തോ. ഇതെന്താ ടൈഗർ ബിസ്ക്കറ്റാ പറക്കിയിട്ട് വരാൻ? ഈ കിട്ടിയ 48 ഒരു വിലയില്ലേ? ഇങ്ങനെയൊന്നും പിള്ളേരെ പഠിപ്പിക്കരുത്. അത് എത്ര അധ്യാപകനായാലും ശരി, ടീച്ചറായാലും ശരി, ഖാദിയായാലും ശരി, ഉസ്താദായാലും ശരി, കുട്ടികളെ പഠനം രസകരമാക്കി കൊണ്ടുപോകുന്നിടത്തേക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പ്രഷർ ഉണ്ടാവരുത്. നീ ഹാഫിളാവണം. ഓനിക്ക് 6ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഫാത്തിഹ തന്നെ മര്യാദയ്ക്ക് പറയാൻ അറിയില്ല, എന്നിട്ട് എന്താ ഹാഫിളാവാനാണ് നമ്മൾ പറയണത്? നീ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, CMA ആണ്. എൻ്റെ പൊന്നു ഹബീബുമാരെ, അങ്ങനെയൊന്നും കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന്. ചിറകുണ്ടെങ്കിലല്ലേ കുട്ടിക്ക് പറക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഒരു പോത്ത് വിചാരിക്കാണ്, ഉളുഹിയത്തിന് കെട്ടിയിട്ടിരിക്കുന്ന പോത്ത് വിചാരിക്കാണ് എനിക്ക് പറക്കണമെന്ന്. മൂപ്പർക്ക് അത് നടക്കൂല. അത് വലിയ പോത്തായിട്ടൊന്നും കാര്യമില്ല, നടക്കൂല അത്. അതേസമയത്ത് ഒരു പുഴു വിചാരിക്കുകയാണ്, നാളെ എനിക്ക് ചിറക് വന്ന് പൂമ്പാറ്റയായാൽ പറക്കണമെന്ന്. അതിന് കഴിയും. അപ്പം പറക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ 40 ലക്ഷത്തിൻ്റെ ടോട്ടൽ ആ കോഴ്സിൻ്റെ ചിലവ്. 2 അറ്റം മുട്ടിക്കാൻ തന്നെ മെഡിക്കൽ കാർഡ്, SYSൻ്റെ സാന്ത്വന വക ജീവിക്കുന്ന ഒരു ഫാമിലി എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രഷർ കുട്ടിക്ക് കൊടുക്കുക? ചിറകുണ്ടെങ്കിൽ മാത്രം പറപ്പിക്കാൻ നോക്കിയാൽ മതി. ഡ്രീം അതെല്ലാം ഉണ്ടാവും. APJ അബ്ദുൽ കലാമിൻ്റെ കോഴ്സും വേർഡ്സൊക്കെ മോട്ടിവേറ്റഡ് തന്നെയാണ്. ബട്ട് നമ്മുടെ ഫാമിലിക്ക് അനുസരിച്ചിട്ട് ഫിഖ്ഹിൽ അത് പറ്റുമോ? എൻ്റെ മോൾക്ക് അങ്ങനെ പഠിക്കൽ, എൻ്റെ മോനിക്ക് അത് പഠിക്കൽ, എങ്കിൽ മാത്രമേ അതിന് നിൽക്കാൻ പറ്റൂ. ലാസ്റ്റ് കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം വൈൻഡപ്പ് ചെയ്യാം.
അഞ്ചാമത്തത് കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മോറൽ കൺഫ്യൂഷൻ. അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ ആകെ ആശങ്ക ഞാൻ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ്. മദ്രസയിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തി പഠിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിൻ്റെ തലേന്ന് കരയാണ്, നാളെ എന്നെ ഖബറടക്കുന്ന സമയത്ത് രാത്രി ഖബറടക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. നാളെ എന്നെ ഖബറടക്കുമ്പോൾ രാത്രി ഖബറടക്കിയാൽ മതി എന്ന് വസിയത്ത്. എന്തേ? കഫം പുട ആരും കാണണ്ട. എന്ത്? ശരീരമല്ല, കഫം പുട ആരും കാണണ്ടെന്ന്. മറയുള്ള മയ്യത്ത് കട്ടിൽ കൊണ്ട് തന്നെ എന്നെ കൊണ്ടുപോകണം എന്ന്. ഈ ഫാത്തിമ ബീവിയുടെ ചരിത്രം കേട്ട 8ാം ക്ലാസ്സിലെ ഫാത്തിമ ഹിബ, ശരിയല്ലേ, എൻ്റെ കയ്യും മുഖമൊന്നും ആരും കാണരുതല്ലേ എന്ന് ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന പണിക്കാരനോട് ഉമ്മ എന്തെല്ലാന്ന് പറയാന്നിട്ട് കിന്നാരടിക്കുന്നു. ഏട്ടൻ്റെ ഭാര്യയുണ്ട്, ഇജാവും കയ്യോറും കാലറൊന്നും ഇല്ലാണ്ട് കാറിന് ഇറങ്ങി വരുന്നത്. അപ്പം ഈ പെൺകുട്ടിയായ ഫാത്തിമ ഹിബ കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മോറൽ കൺഫ്യൂഷൻ. ഞാനിപ്പോൾ ഏതാ സ്വീകരിക്കേണ്ടത്? ഏതാ സ്വീകരിക്കേണ്ടത്? മദ്രസീന്ന് പറഞ്ഞതാണോ അല്ല ഇപ്പം കാണുന്നതാണോ? ബക്കറ്റ് വെള്ളം കോരാനാ? അല്ല, സംഭാവനക്കാണ്. നിങ്ങളെല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം എന്നാണ്. അൽ ജന്നത്തു ദാറുൽ അസ്ഖിയാ. സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. മോറൽ കൺഫ്യൂഷനിലാണ് കുട്ടികൾ. കുട്ടീനോട് പറയണ ഷെഫി എന്താ മോനെ ഇങ്ങനെ മുടി ഇങ്ങനെ കുറച്ച് ഭാഗം മുറിച്ച് കുറച്ച് ഭാഗം മുറിക്കാതിരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പല്ലേ എന്ന്. അപ്പോൾ ഇവനിങ്ങനെ ചിന്തിക്കുകയാണ്. എന്താടാ ചിന്തിക്കുന്നത്? ഉസ്താദേ, അപ്പോൾ എൻ്റെ റഫീഖാക്കൽ അങ്ങനെയല്ലേ മുറിക്കൽ ഉണ്ടോ? അപ്പോൾ വീട് എന്ത് വീടാവണം? സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി വീടാവണം. അങ്ങനെ പറഞ്ഞാൽ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിച്ചോളി. അങ്ങനെ പറയാൻ പറ്റുന്ന ഉപ്പയാവണം. അങ്ങനെ പറയാൻ പറ്റുന്ന ഉപ്പയാണ്. നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്ന് കുട്ടി 8ാം ക്ലാസ്സിൽ നിന്ന് റിയാസ് എന്ന മോന് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി വീട്ടിൽ പോയപാട് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് ഉപ്പ ഉമ്മാനോട് പറയുന്നു ഡ്രസ്സ് ഇസ്തിരിയുടെ നമുക്ക് ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ വേഗം നിസ്കരിക്കട്ടെ എന്ന്. അപ്പോൾ ഉപ്പാനെ നോക്കുമ്പോൾ ഉപ്പ ഉറങ്ങുമ്പോൾ ഇട്ട ലുങ്കിയും പിന്നെ MP ലോറി ഡ്രൈവർമാർ ഇടുന്ന ബനിയൻ, കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് 3 ദ്വാരങ്ങളുള്ള ബനിയനുമാണ് ഇട്ട് നിസ്കരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടിയാണ് ഹോംവർക്ക് ചെയ്യുന്നത്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിസ്കരിക്കുമ്പോൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. ബ്രാക്കറ്റിൽ ചുരുങ്ങിയത് 3 ഓട്ടയെങ്കിലും ഉണ്ടാവുക. വേറെന്താ പറയാം? നമ്മളെ വീട്ടിൽ മദ്രസക്ക് പറ്റിയ ആംബിയൻസ് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മദ്രസയിലേക്ക് അയക്കാം? ഇതെന്താ നാടകം? പിള്ളേർ മദ്രസയിൽ നിന്ന് പഠിച്ചത് സ്കൂളിൽ നിന്ന് പഠിച്ചത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു വീടാവണ്ടേ നമ്മളെ വീട്? അപ്പോഴല്ലേ ഈ മജ്ലിസൊക്കെ സാർത്ഥകമാവണത്. ചെറിയൊരു ചരിത്രം പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കും. സമയം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായം, 10 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. പാതിരാക്ക് ഉറക്കത്തിന് ഞെട്ടുമ്പോൾ ഒക്കെ ഉപ്പ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന കാണുന്നു. വാപ്പാനോട് ചോദിച്ചു, വാപ്പ എന്താ ഈ നിസ്കരിക്കണത്? തഹജ്ജുദ്. വാപ്പ എന്താ എന്നെ വിളിക്കാത്തത്? മോനെ സുബീക്ക് വിളിക്കണില്ലേ? കുട്ടികളല്ലേ. വാപ്പ സുബീക്ക് എണീക്കുന്നുണ്ട്, തഹജ്ജുദിന് എണീക്കുന്നുണ്ട്, എനിക്ക് സുബി മാത്രം. അതെ, വാപ്പാക്ക് നരകം പേടിയേറ്റ്. നരകം എന്ന് പറഞ്ഞാൽ തീക്കുണ്ടാരം. അതിൽ വലിയ ആളെ മാത്രമേ ഇടുള്ളൂ, പിന്നെ കുട്ടികളെ നരകത്തിലിടും. അതുകൊണ്ടാ വാപ്പ തഹജ്ജുദിന് എണീച്ചിട്ട് നരക സംരക്ഷണം. അതെ, വാപ്പ ഉമ്മ അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് വലിയ വിറക് വെക്കാൻ കഴിയാത്ത ഗ്യാപ്പിൽ ചെറുതും വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ വലിയ ആളെ മാത്രമേ നരക. എന്നാ മോനെ നാളെ മുതൽ തഹജ്ജുദിൽ വിളിക്കാം. വാപ്പാനെ കണ്ട. ഇനി ഉമ്മ. ഈ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ഒരു ദിവസം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അസ്ബഹ്തു റജുലൻ, ഞാനൊരു ആൺകുട്ടിയായി, പ്രായപൂർത്തിയായി, 15 വയസ്സായി. അപ്പോൾ നബി തങ്ങളെ കണ്ടോന്നാണ് ചോദിക്കുന്നത്. ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മോന് റസൂലുള്ളാഹിനെ ഇതുവരെ കണ്ടിനാ? ഇല്ല. പിന്നെ എങ്ങനെ ആൺകുട്ടിയായാലും? അയ്യേ, ചെറിയ ചോട്ട.
ഒരാണാണെങ്കിൽ തങ്ങളെ കണ്ടേ. എങ്ങനെ കാണുമ്മ? നല്ല സ്വലാത്തില്ല മതി. സ്വലാത്ത് കുറേ ചൊല്ലി 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 കണ്ടു. ഉമ്മ അസ്ബഹ്തു റജുലൻ, ഞാനൊരാണായിട്ടോ. ഹൽ റഅയ്തഹു ഫിൽ മനാമി അവിൽ യഖ്ള, ഉറക്കിലാണോ കണ്ടത് ഉണർവിലാണോ? ബൽ ഫിൽ മനാം, ഉറക്കിൽ. ഉറക്കി കണ്ടതാ കാര്യമായിട്ട് പറയുന്നത്. എങ്ങനെ ഉണർവ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയാറില്ല തഹിയ്യാത്തിൽ മോന്? കാണാത്ത ആളോടാ സലാം പറയല്? കാണാത്ത ആളോട് ആരെങ്കിലും സലാം പറയോ? കണ്ട ആളോടല്ല അസ്സലാമു അലൈക്കും എന്ന് പറയല്? ശരിയാണല്ലേ. ആത്മാർത്ഥമായിട്ട് പറയുമ്പോഴേക്ക് കണ്ട നബിതങ്ങൾ തന്നെ വന്നു. അങ്ങനെ ആ കുട്ടി തിരിച്ചു വരുമ്പോൾ ഉമ്മ പറയണം അസ്ബഹ്ത റജുല, ആണായിട്ടുണ്ട്. ഇങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്. ഇങ്ങനെ വളർത്തുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഹുദൈഫ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയപ്പോൾ ചോദിക്കുക, മോന് ഇന്ന് മുത്തുനബിനെ കണ്ടിനോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. ഇന്നലെ കണ്ടിനാ? ഇല്ല. മിനിനാന്ന് കണ്ടിനാ? എത്ര ദിവസമായി തങ്ങളെ കണ്ടിട്ട്? ഇത്രയും ദിവസമായിട്ട് മദീനയിലുള്ള തങ്ങളെ നീ കണ്ടിട്ടില്ല? വീട്ടിൽ കയറണ്ട, വിട്ടോളി. കണ്ടാൽ ഉമ്മാക്ക് ഒന്ന് ദ്വാരപ്പിക്കണം. മഗ്‌രിബിൻ്റെ സമയത്ത് മദീനത്തെ പള്ളിയിൽ ഹുദൈഫ തങ്ങളെത്തി. തങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഔറാദല്ലേ, ഇശാ വരെ കാത്തു. മഗ്‌രിബ് ഇശാക്ക് നിസ്കരിച്ചു. ഇശാ കഴിഞ്ഞിട്ട് തങ്ങൾ ചോദിച്ചു, ആരോ ഉണ്ടല്ലോ നേരത്തെ അവിടെ? ആരാ? ഹുദൈഫയാണ്. എന്താ വന്നേ? കുറേ ദിവസമായിട്ട് തങ്ങളെ കാണാത്തോണ്ട് വീട്ടിൽ കയറ്റുന്നല്ല ഉമ്മാന്ന്. ഉമ്മ പൊന്നുമ്മലേ. ഉമ്മക്ക് എന്താ വേണ്ടേ? ഉമ്മാൻ്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കാൻ തങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിരുന്നു. മക്കൾക്ക് മഹബത്ത് കൊടുക്കുന്ന കോലം കണ്ട മോമിനിങ്ങളെ. എൻ്റെ എല്ലാ മക്കൾക്കും 2 പീടിക റൂം വീതം എഴുതി കൊടുത്തിട്ടുണ്ട്. അതാണോ മക്കൾക്ക് കൊടുക്കേണ്ടത്? ഫാത്തിമ എന്ന മോക്ക് ഉപ്പ എന്താ കൊടുത്തത്? ഫാത്തിമ എന്ന റളിയല്ലാഹു അൻഹ മോള് ചോദിച്ചല്ലോ, എൻ്റെ കൈ നോക്കിയ കിച്ചണിൽ വർക്ക് ചെയ്തിട്ട് പൊട്ടിയിട്ട് ഖാദിമീങ്ങൾ കുറേ ആളില്ലേ മദീനയിൽ, അടിമകൾ സർവീസ് നടത്ത ഒരാളെ എൻ്റെ പുരക്ക്. അപ്പോൾ ഫാത്തി ചേർത്ത് പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? ഉറങ്ങാൻ നേരത്ത് 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബർ എൻ്റെ ഫാത്തിമോള് ചെല്ലാൻ മാറ്റി. മോക്ക ദുനിയാവെന്ന് പാട്ട്. മോക്ക് എങ്ങനെ സ്വർഗം കൊടുത്തേന്ന് നോക്കിയേ. ഞാൻ ഈ ഹദീസ് പഠിച്ചപ്പോൾ ഈ ഹദീസ് പറഞ്ഞെന്ന ഉസ്താദിനോട് ഞാൻ അന്നേരം ചോദിച്ചു, ഉസ്താദെ ഈ ഫാത്തിമ മോളെ എന്തിനാണ് ഇപ്പോൾ ദുനിയാവ് കൊടുക്കാണ്ട് മുത്തുനബി വളർത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതിന് ഉസ്താദിൻ്റെ മറുപടി, ഫാത്തിമ മോള് ദുനിയാവിൻ്റെ കുറേ ലഗേജും അധികം ഹാൻഡ് ബാഗും ആയിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ മഹ്ശറിലേക്ക് വന്നാൽ ബോർഡിംഗ് പാസ് എമിഗ്രേഷൻ കിട്ടാൻ കുറച്ച് ഡിലേ ആവും. ഒന്നുമില്ലാത്ത പാവങ്ങളായ സ്ത്രീകൾ മൊത്തം സ്വർഗത്തിലേക്ക് ഇങ്ങനെ വരും. അധ്യക്ഷത പദവി അലങ്കരിക്കേണ്ട ഫാത്തിമ മോള് ഡിലേയും, അതിന് മുമ്പായിട്ട് പാവങ്ങളായ സ്ത്രീകൾ അവിടെ എത്തുമ്പോൾ ലീഡർ ഡിലേ ആയിപ്പോവില്ലേ? അങ്ങനെ വേണ്ട. എൻ്റെ ഫാത്തിമോള് സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ ലീഡറല്ലേ എൻ്റെ ഫാത്തിക്കുട്ടി. എൻ്റെ ഫാത്തിക്ക് ഹാൻഡ് ബാഗും ഉണ്ട്, ലഗേജും ഉണ്ട്, കെയ്യും വീശിയിട്ട് ആ ഗ്രീൻ ചാനൽ ഗേറ്റ് വഴി ഗോൾഡൻ വിസയും കിട്ടിയിട്ട് ഒറ്റ പോക്ക് എൻ്റെ മോള് സ്വർഗത്തിലെത്തണം. എന്നിട്ട് ഫസ്റ്റ് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ എൻ്റെ ഫാത്തിക്ക് ഇങ്ങനെ പീടിക റൂമും കുറേ വണ്ടിയും സ്വർണ്ണം. അസ്സലാമു അലൈക്കും.